സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സ്വന്തത്തിനെ റെസ്പെക്ട് ചെയ്യാൻ സാധിച്ചെങ്കിലേ മറ്റുള്ളവരെയും റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നവരാവാൻ, ആദരിക്കുന്നവരാവാൻ, പരസ്പരം ബഹുമാനിക്കുന്നവരാവാൻ സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ തീർച്ചയായും അവൾ ആഗ്രഹിക്കുന്ന, തൻ്റെ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എന്നെ ആദരിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന, എനിക്ക് വേണ്ട റെസ്പെക്റ്റ് തരുന്ന ഒരു പുരുഷനായി തീരുക എന്നുള്ളത്. ആ രൂപത്തിലാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. തമാശയൊക്കെ പറയുമ്പോൾ അല്ലേ, തമാശ പറഞ്ഞതിന് ഭാര്യയെ അടിച്ച പുരുഷന്മാർ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു സംഗതിയാണ്. എന്തോ ഒരു വിഷയത്തിലൊരു മൂപ്പര് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു തമാശ പറഞ്ഞ പൊന്നീച്ച പാറിയെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. പൊന്നീച്ച പാർന്നടി. ആ പുരുഷനൊക്കെ എന്താ ചെയ്യുക അല്ലേ? ഭാര്യയുടെ മുഖത്തടിക്കുക, വേദനിപ്പിക്കുക, ഹറാസ് ചെയ്യുക. ഇങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീകളെ പിന്നെ ഇഷ്ടപ്പെടാനും അവരുടെ കൂടെ ജീവിതം നയിക്കാനും പറ്റുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. നോക്കൂ, എത്രമാത്രം മഹത്തരമായ മാതൃകാപരമായ കാര്യങ്ങളാണ് ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളത്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് എത്ര മാന്യമായി പെരുമാറണം എന്നതിൻ്റെ എത്രമാത്രം ഉദാഹരണങ്ങൾ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു നർമ്മബോധം എന്ന് പറയുന്നത്, ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാണ്? വീട്ടിലല്ലേ, മക്കളോടൊപ്പമല്ലേ, ഭാര്യയൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ? സ്വാഭാവികമായിട്ടും ഒരു കാർക്കശ്യത്തിൻ്റെയും ഗൗരവത്തിൻ്റെയൊക്കെ ആ ഒരു ഷർട്ട് വീടിൻ്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ എന്നാണ് പറയുന്നത്. വീട്ടിലെത്തിയാൽ കുറച്ചൊക്കെ മക്കളായിട്ട് കളിതമാശകളും ഭാര്യയൊക്കെ കൂട്ടിയിട്ട് അതിലൊരു ഒരുമിച്ച് കുറച്ച് തമാശകളും കാര്യങ്ങളും പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ്സുകൾ റിലീസ് ചെയ്തു പോകാനുള്ള, ഒരുപാട് ടെൻഷനുകൾ മറക്കാനുള്ള ഒരു സാഹചര്യമാണത്. അത് വീട്ടിലുണ്ടാക്കാൻ പ്രത്യേകിച്ചും ഉപ്പമാർ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണമെന്നാണ്.